നോക്കുക ഗൈസ്, നിങ്ങൾ നോക്കുക, സ്വന്തം കുട്ടിയെ ക്ലോത്താണ് എന്ന് വിചാരിച്ചിട്ട് ശ്രദ്ധയില്ലാതെ വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയിട്ട് ഇട്ട് ഡോർ അടച്ചിട്ട് പോയി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സ്വന്തം കുട്ടിയെ ശ്രദ്ധയില്ലാതെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയിട്ട് ഇടുകയാണ്. ആരാണിങ്ങനെ ചെയ്യുക? വല്ലാത്തൊരവസ്ഥയാണ്. നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എല്ലാവരും ലൈക്ക് ചെയ്തിരിക്കാൻ ശ്രമിക്കുക, പരമാവധി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എനിവേ, നിങ്ങൾ നോക്കുക, അമ്മ കുട്ടിയെ എടുത്തിട്ടുണ്ട്, കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്. ആരെയാണ് വിളിക്കുന്നത്? കാമുകനെയൊന്നുമല്ല കേട്ടോ, കല്യാണം കഴിഞ്ഞതാണ്, നല്ല രീതിയിൽ ഭർത്താവും ഭാര്യയും ജീവിച്ചു പോകുന്ന ഒരു കുടുംബം. വിളിക്കുന്നത് സ്വന്തം അമ്മയെയാണ്. ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കുന്ന ഭാര്യമാർക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ ദിവസവും അമ്മയെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുക, അച്ഛനെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുക, ഇതൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ സംസാരത്തിൽ മതിമറന്ന് എന്താണ് ഞാൻ ചെയ്യുന്നത് എന്ന് പോലും ചിന്തിക്കാതെ പൂർണ്ണമായിട്ടും മുഴുവനായിട്ടും ശ്രദ്ധ മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ ഫോൺ കോളിൽ മാത്രം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടിയെയൊക്കെ ജീവനോടെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയെന്ന് വരില്ല. അത്തരത്തിലുള്ളൊരു സംഭവമാണ്. എനിവേ, മെഷീൻ്റെ ആ ഒരു ഡോർ നിങ്ങൾ കാണാം, വാഷിംഗ് മെഷീനാണ്, അതിൻ്റെ ആ ഒരു ഓപ്പൺ ചെയ്യേണ്ട ടോപ്പ് ഭാഗം ഓപ്പൺ ചെയ്തിട്ടു. ഇനി എന്താണ് ചെയ്യേണ്ടത്? ക്ലോത്ത് ഇടുന്നു, അതിലിടേണ്ട കെമിക്കൽ, അതായത് ഉജാലയോ അല്ലെങ്കിൽ സർഫ് പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇടുന്നു, മിക്സ് ചെയ്യുന്നു, മെഷീൻ ഓൺ ചെയ്യുന്നു, പോകുന്നു. ഇതാണ് സംഭവം. പക്ഷേ ഇടാൻ സമയം കിട്ടുന്നില്ല, കാരണം ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ വന്ന ആൾ ഹസ്ബൻഡാണ്. നിങ്ങൾ നോക്കുക, ഹസ്ബൻഡ് വന്നിട്ട് പറയാണ്, നീ എത്ര സമയമായി വിളിക്കുന്നു, ഇതൊന്ന് കട്ട് ചെയ്തൂടെ, ഇവിടെ ഒരുപാട് ജോലിയില്ലേ, മൊബൈൽ ഫോൺ അവിടെ വെക്ക് എന്ന് പറഞ്ഞിട്ട് പോയി. നിങ്ങൾക്ക് കാണാം, കുറച്ച് ചൂടായിട്ടാണ് ആൾ പോയത്. പക്ഷെ അതൊന്നും നെവർ മൈൻഡാണ് ഭാര്യ. ഈ സ്നേഹിച്ചിട്ട് കല്യാണം കഴിച്ചാലുള്ള ഒരു പ്രശ്നമാണ്, ഈ റെസ്പെക്റ്റ് ഒന്നും കിട്ടില്ല. ഭാര്യക്കായാലും ഭർത്താവിനായാലും റെസ്പെക്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നോക്കുക ഗൈസ്, നിങ്ങൾ നോക്കുക, സ്വന്തം കുട്ടിയെ ക്ലോത്താണ് എന്ന് വിചാരിച്ചിട്ട് ശ്രദ്ധയില്ലാതെ വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയിട്ട് ഇട്ട് ഡോർ അടച്ചിട്ട് പോയി. ഏതൊരമ്മക്കാണ് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുക? ഇത്രയൊക്കെ കൺട്രോൾ പോവോ, അല്ലെങ്കിൽ ഇത്രയൊക്കെ ശ്രദ്ധ പോവോ? അതായത് കക്ഷത്ത് കുട്ടിയെ വെച്ചിട്ട് ആ കുട്ടി അങ്ങനെ തന്നെ ഇട്ട് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് പോയി ഗൈസ്. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കുട്ടിയെ കാണുന്നില്ല. അതായത് കുട്ടിയെ അമ്മയുടെ ഇവിടെ കണ്ടു, പക്ഷെ കുട്ടിയെ കാണുന്നില്ല. പെട്ടെന്ന് കരച്ചിൽ കേട്ടിട്ട് വന്ന് നോക്കി ഓപ്പൺ ചെയ്തപ്പോൾ കണ്ട കാഴ്ചയാണിത്. ഈ എന്താ ചെയ്യലേ? അച്ഛനെ വിളിച്ചോ അല്ലെങ്കിൽ അമ്മയൊക്കെ വിളിച്ചോ, പക്ഷേ ഇത് വല്ലാത്തൊരവസ്ഥയായിപ്പോയി ഗൈസ്. അവിടെ ഒരു പ്രശ്നം ഉണ്ടായി. ഇനിയിപ്പോൾ കാലാകാലം ആ പ്രശ്നം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കും. ചെറിയ ഒരു മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ മതി നിരന്തരമായിട്ട് നിങ്ങൾ ടോർച്ചർ ചെയ്യാനും, നിരന്തരമായിട്ട് നിങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ ആ വിഷയം സംസാരിക്കാനും, നിരന്തരമായിട്ട് ആ വിഷയം സംസാരിച്ചത് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക. ശ്രദ്ധയില്ലാതെ കുട്ടിയെ വാഷിംഗ് മെഷീനിലിട്ട ലോകത്തിലെ ആദ്യത്തെ അമ്മയായിരിക്കും ഗൈസ് ഈ സ്ത്രീ. ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ കാണാം.